മലയാളത്തിൽ ഒന്നാമത്തെ യൂണിറ്റിലെ കവിതയ്ക്ക് മുന്നോടിയുള്ള പി രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ എന്ന ഭാഗം നമ്മൾ നോക്കുന്നല്ലേ. തുടക്കത്തിൽ നല്ലൊരു ബാബുരാജിൻ്റെ ചിത്രീകരണമുണ്ട്. അതുപോലെ സൈക്കിള് ചവിട്ടാൻ അതിന് മുകളിലായിട്ടൊരു ഹെഡിങ് ഉണ്ടല്ലേ, വട്ടത്തിൽ ചവിട്ടുമ്പോൾ. അതൊരു ക്വസ്റ്റ്യനായിട്ട് വരും LSSന്. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നു പറഞ്ഞൊരു ക്വസ്റ്റ്യനാണ്. സൈക്കിളാണ് ഉത്തരം. ഓക്കെ, അതിന് മുകളിലായിട്ട് കഥയിൽ ഈ ഭാഗത്തിലേക്ക് കടക്കാൻ നമുക്കൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താ അത്? കുട്ടി യാത്രയ്ക്കൊരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര? നമുക്ക് നോക്കാമല്ലോ എവിടേക്കാണെന്ന്. നിലാക്കടലിൽ അമ്പിണിത്തോണി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ് അല്ലേ. നിലാക്കടലിൽ, നിലാവാകുന്ന കടലിൽ അമ്പിളിയാകുന്ന തോണി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണെന്നാണ് പറയുന്നത്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് പി രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ എന്ന കവിത. ആരുടെ കവിതയാണ്? പി രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ. ഓക്കെ, കവിതയാണ്. ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ പുറപ്പെട്ടു എന്നാണ് പറയുന്നത്? മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിൽ. ഓക്കെ, മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിള് വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത്. അതായത് ഇത്ര വാഹനങ്ങളില്ല. അപ്പോൾ സുലഭമായുള്ളത് സൈക്കിളാണ്. സൈക്കിൾ എല്ലായിടത്തും ഇല്ല. അപ്പോൾ ഇന്ന് ബൈക്കും കാറും എടുക്കുന്നത് പോലെ എങ്ങനെയോ അന്ന് സൈക്കിൾ എടുത്തു. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ റെൻ്റ് കാർ എന്നെല്ലാം പറയുന്ന പോലെ അന്ന് മൈക്കിൾ ചേട്ടൻ്റെ കട. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു അല്ലേ. നമ്മൾ ഒരു ദിവസം സൈക്കിൾ റെൻറ്റിനെടുക്കുമ്പോൾ നമുക്ക് പറയുന്ന സ്ഥലത്ത് ഒരു ഇതുണ്ടാവില്ല, അവർ ചോദിക്കുമല്ലോ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അടുത്താണ്, ദൂരമാണ്. ഇത് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു തമാശയായിട്ട് തന്നെ കുട്ടിക്ക് സൈക്കിൾ കൊടുക്കുമ്പോൾ ഒരു മടി, അതിനൊക്കെ പല തടസ്സങ്ങൾ മൈക്കിൾ ചേട്ടൻ പറയുന്നുണ്ട്. ഓക്കെ, പറഞ്ഞപ്പോൾ യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു. പക്ഷേ അതിനെല്ലാം കുട്ടി മറുപടി കണ്ടിട്ടുണ്ട്. എല്ലാത്തിനും കുട്ടിയുടെ മക്കളൊരു മറുപടി ഉണ്ട്. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അത് കുട്ടിയുടെ മുന്നിൽ ഒന്നും പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് മൈക്കിൾ ചേട്ടന് കഴിഞ്ഞില്ല. എല്ലാ തടസ്സങ്ങൾക്കും ഓരോ ന്യായം കുട്ടി കണ്ടിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ. 12ാമത്തെ പേജാണ് ഇപ്പം വായിക്കുന്നത്. എല്ലാവരും വായിക്കുമ്പോൾ ടെസ്റ്റിൽ നോക്കണേ. അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാകുമോ? നീലക്കുന്നുകളും തിരയുടങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടുടുത്ത ഭൂമി. അല്ല മക്കളെ, നമ്മളെ ഭൂമി എന്ത് അടിപൊളിയാണല്ലേ. നല്ല നീലക്കുന്നുകളും നല്ല ഒരുപാട് കുന്നുകളും നല്ല പച്ചപ്പ് ആയതുകൊണ്ടാണ് മരതക പട്ടുടുത്ത ഭൂമി എന്ന് പറഞ്ഞത് കേട്ടോ. നമ്മളെ കടൽ തിര അടങ്ങുന്നുണ്ടോ? അതെല്ലാം വളരെ അടിപൊളിയല്ലേ. അത്രയും നല്ല ഭൂമി പുറത്തുനിന്ന് ഒരു ഗ്രഹത്തിൽ നിന്ന് ഒരാൾക്ക് വന്ന് കണ്ടുകൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളെ ചുറ്റുമുള്ളതൊക്കെ അത്ര അടിപൊളിയാണ്. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ? ആ കുട്ടി ആഗ്രഹിക്കുകയാണ്, എൻ്റെ ഈ നാട്, ഈ ലോകം ഇത്ര അടിപൊളിയാണ്. അത് ഞാൻ ചന്ദ്രനിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമോ എന്ന കുട്ടിയുടെ സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരായിരിക്കും? നമുക്ക് നോക്കാം കേട്ടോ. അതൊക്കെ കവിതയിലുണ്ട്. അതെല്ലാം കവിതയിലുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നു. കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെ പറ്റി എന്തൊരു ചന്തമാണെന്നോ അല്ലേ. ആ ചിത്രങ്ങളെല്ലാം നോക്കിയാൽ മക്കളെ, ആ കുട്ടി ഭൂമിയിലൂടെ നല്ല നീല ആർന്ന മലകളും പച്ചപ്പും കിളികളും വീടും പാടങ്ങളും ഒക്കെയുള്ള ആ ചിത്രത്തെ നോക്കിയാൽ മക്കളെ അല്ലേ, അടിപൊളിയായിട്ടാണ് ആ കുട്ടി ആസ്വദിച്ചിട്ട് സൈക്കിളെടുത്ത് പോയത്. ഓക്കെ, ആകാശയാത്രയ്ക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറാണോ? എങ്കിൽ പുറപ്പെട്ടോളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പല പല സൈക്കിളിൽ കയറിയിട്ട് ചന്ദ്രനിലേക്ക് വിട്ടാലോ? ഓക്കെ, കുട്ടിയെപ്പോലെ നമുക്കും ചന്ദ്രനിലും നീല വെളിച്ചവും ഒക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, എല്ലാവരും അടുത്ത പേജ് 13ാമത്തെ പേജിൽ ആ ചിത്രം ഒക്കെ നോക്ക്. ആ കുട്ടി ഒരു ടയർ പൊന്തിച്ച് മുകളിലേക്ക് കൊതിക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്.
ഒപ്പം നമ്മളും കുട്ടിയോടൊപ്പം ചന്ദ്രനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഓക്കെ. സൈക്കിള് ചവിട്ടാൻ എഴുതിയതാരാ? പി രാമചന്ദ്രൻ അല്ലേ? ആ ചിത്രത്തിൽ കണ്ടോ, പറക്കുന്ന പറവള കൂടെ ആ പയ്യനും ചന്ദ്രനിലേക്ക് ഒറ്റയടിക്ക് പോയെന്നല്ല, നമുക്ക് നോക്കാം. ഓക്കെ. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം, എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്, എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ, ബെല്ലില്ല മോനെ നാവുണ്ടു ചേട്ടാ, ബ്രേക്കില്ല മോനെ കാലുണ്ടു ചേട്ടാ, ടയറില്ല മോനെ ചിറകുണ്ടു ചേട്ടാ, എന്നാലെടുത്തോ പോയി വരാം ട്ടോ, വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോഡിന്മേൽ താളത്തിലോടി, ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്മേ കേറി, അവിടുന്നും ചവിട്ടി ആകാശം കേറി, അവിടൊരു മേഘത്തിലൊരു പയ്യനിരിക്കുന്നു. അടുത്ത പേജ്. എന്തടാ പയ്യൻ പിടിവിട്ട് വീണു, പരിക്കെന്തു പറ്റി കാലൊന്നുളുക്കി, ഇനി എന്തു ചെയ്യും എടുത്തിട്ട് പോണം, പിന്നിലിരുന്നോ അങ്ങനെയാട്ടെ, എന്തടാ പേര് ചന്ദ്രനെന്ന്, എവിടത്തെ ചന്ദ്രൻ മാനത്തെ ചന്ദ്രൻ, എവിടെ പോണം ഭൂമി പോണം, എന്തിനു പോണം സൈക്കിള് ചവിട്ടാൻ. പി രാമചന്ദ്രൻ്റെ സൈക്കിള് ചവിട്ടാൻ എന്ന കവിതയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. മൈക്കിളു ചേട്ടാ സൈക്കിള് വേണം, അതായത് ഈ പയ്യൻ നമ്മളെ സൈക്കിളെല്ലാം വാടക കൊടുക്കുന്ന മൈക്കിള് ചേട്ടൻ്റെ കടയിൽ പോയിട്ട് പറഞ്ഞു, മൈക്കിള് ചേട്ടാ എനിക്ക് ഒരു സൈക്കിൾ വേണം. അപ്പം തിരിച്ചു ചോദിക്കുക, എങ്ങടാ മോനെ നീ പോന്ന് ചോദിച്ചു മൈക്കിള് ചേട്ടൻ. അപ്പോൾ കുട്ടി പറഞ്ഞു ചന്ദ്രനിലേക്ക്. അപ്പോൾ മൈക്കിള് ചേട്ടൻ ചോദിച്ചു എന്തിനാ മോനെ? മോൻ വീണ്ടും മറുപടി പറഞ്ഞു നിലാവ് കൊള്ളാൻ. പിന്നെ മൈക്കിള് ചേട്ടൻ ഒരുപാട് തടസ്സങ്ങൾ പറയലേ കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ബെല്ലില്ല മോനെ. കുട്ടി പറഞ്ഞു നാവുണ്ടോ ചേട്ടാ, ബെല്ലില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആരെങ്കിലും മുന്നിലുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ വിളിച്ച് പറഞ്ഞ പോലും അങ്ങനെ കുഴപ്പമില്ല പറഞ്ഞു. ബ്രേക്കില്ല മോനെ. അവിടെ പയ്യൻ പറഞ്ഞു കാലുണ്ടോ ചേട്ടാ, വേഗത്തിൽ പോകുമ്പോൾ എനിക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നിലേക്ക് 2 കാലും കുത്തിയൊക്കെ നിർത്തിക്കോളുന്നു പയ്യൻ പറഞ്ഞു. ടയറും ഇല്ല മോനെ പറഞ്ഞു. ടയറില്ല മോനെ. അപ്പം ചന്ദ്രനിലേക്കല്ല പോകുന്നത്. ചിറകുണ്ടു ചേട്ടാ പയ്യൻ പറഞ്ഞു. പിന്നെ മൈക്കിളി ചേട്ടന് പറയണമെന്നൊന്നുമില്ല, കാരണം ടയറും ഇല്ല ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല. പയ്യൻ വിട്ടുകൊടുക്കുന്നുമില്ല. മൈക്കിളി ചേട്ടൻ സമ്മതിച്ചു. എന്നാലെടുത്തോ പോയി വരാം ട്ടോ, വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോഡിമേ താളത്തിലോടി. ഈ ഭാഗങ്ങൾ ആ കുട്ടിയുടെ യാത്രയാണ് പോകുന്നത്. അതായത് സൈക്കിൾ വരുന്നൊരു കടങ്കഥയാണത്. അതായത് വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പോകുന്നത് സൈക്കിളാണ്. പിന്നെ ആ കുട്ടിയുടെ യാത്ര ടാറിട്ട റോഡുമേൽ ആ ചിത്രത്തിലുള്ളത് പോലെ നല്ല താളത്തിൽ കുട്ടി പോയെന്ന്. ആഞ്ഞു കുതിച്ചപ്പോൾ തെങ്ങുമ്മ കയറി. അതായത് കുട്ടി ചന്ദ്രനിലേക്കാണല്ലോ പോകുന്നത്. അവിടെ ആഞ്ഞൊന്ന് ചവിട്ടിയപ്പം തെങ്ങുമ്മ കയറി. ഓക്കെ. ദെൻ അവിടെ നിന്നും ചവിട്ടി ആകാശം കയറി, അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. അതാരാ നമുക്ക് നോക്കാലോ. പേജ് നമ്പർ 14 അതിൻ്റെ തുടർ കവിതയുണ്ട്. അവിടെ നമ്മൾ ആകാശത്തിൽ നല്ല ചന്ദ്രൻ കുട്ടിയിരിക്കുന്ന കാണാം അല്ലേ. മേഘത്തിലൊരു പയ്യനിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ പയ്യനെ നന്നായിട്ട് ആ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. നമ്മുടെ പയ്യനെ നോക്ക്, സൈക്കിള് എടുത്തിട്ട് ആഞ്ഞൊന്ന് ചവിട്ടിയപ്പോൾ തെങ്ങുമ്മ കയറി എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നും ചവിട്ടി ആകാശം കയറി. ആകാശം കയറുന്ന കുട്ടിയുടെ ചിത്രവും പയ്യൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. കിളികളൊക്കെ ആ പയ്യനിങ്ങനെ നോക്കിയാണല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം നോക്കാലോ. എന്തടാ പയ്യൻ പിടിവിട്ട് വീണു, പരിക്കെന്തു പറ്റി കാലൊന്നുളുക്കി, ഇനി എന്തു ചെയ്യും എടുത്തിട്ട് പോണം, പിന്നിലിരുന്നു അങ്ങനെയാട്ടെ. അതായത് ആകാശത്തിലിരിക്കുന്ന പയ്യനില്ലേ, പിടിവിട്ട് വീണു, കാലം നുളുക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്ന പറഞ്ഞു. അതായത് ആ പയ്യന് ഭൂമിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി വരണം. ഓക്കെ, നമ്മളെ പയ്യൻ ആകാശത്തേക്ക് പോകുന്ന പോലെ
ആ കുട്ടിക്ക് താഴേക്ക് വരണം. ഓക്കെ, അപ്പോൾ കാലൊളുക്കിയിട്ട് എന്ത് ചെയ്യും, സൈക്കിളിൻ്റെ ബാക്കിലിരുത്തി. ഓക്കെ, അതിന് ശേഷം കുട്ടിയും ആ പയ്യനും, അതായത് നമ്മളെ ചന്ദ്രനും നമ്മുടെ താഴത്തെ പയ്യനും തമ്മിലൊരു സംഭാഷണം അടുത്ത ഭാഗത്തിൽ പോകുന്നത്. ഓക്കെ, എന്തടാ പേര്, ചന്ദ്രൻ എന്ന്, എവിടത്തെ ചന്ദ്രൻ, മാനത്തെ ചന്ദ്രൻ. അത് എവിടുത്തെ ചന്ദ്രൻ ചോദിച്ചു. ഓക്കെ, ഇവിടുത്തെ മാനത്തെ ഒറിജിനലായ ചന്ദ്രനാന്ന് പറഞ്ഞു. ഓക്കെ, എവിടെ പോകണം, ചന്ദ്രൻ എവിടെയാണ് പോകണ്ടേ, ഭൂമിയിൽ പോകണം. ഓക്കെ, എന്തിനു പോകണം, സൈക്കിള് ചവിട്ടാൻ. അതായത് ചന്ദ്രൻ്റെ ആഗ്രഹം എന്താ, ഭൂമിയിൽ നല്ല നീലക്കുന്നുകളും തിരടങ്ങാത്ത കടലൊക്കെ കണ്ട് സൈക്കിള് ചവിട്ടണം. ഓക്കെ.